മിസ്റ്റർ ജിപ്സിയുടെ ECT MS Excel സീരീസിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഈ എപ്പിസോഡിൽ നമ്മൾ കാണാൻ പോകുന്നത് പല കോളങ്ങളായിട്ടുള്ള ഡാറ്റകൾ ഒറ്റ കോളത്തിലോട്ട് അല്ലെങ്കിൽ ഒറ്റ സെല്ലിലോട്ട് ആക്കുന്നത് എങ്ങനെ എന്നുള്ളതാണ് നമ്മൾ കാണാൻ പോകുന്നത്. അതായത് ഇവിടെ 3 സെൽസ് ഉണ്ട്, 3 കോളംസ് ഉണ്ട്, EFG എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ H എന്നുള്ള കോളത്തിലോട്ട് ഒന്നിച്ചാക്കണം. കാരണം അപ്പോൾ നമുക്ക് കാണാം ഇതിൽ ഫസ്റ്റ് നെയിം ഉണ്ട്, മിഡിൽ നെയിം ഉണ്ട്, ലാസ്റ്റ് നെയിം ഉണ്ട്. അപ്പോൾ നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ എല്ലാതും കൂടി കൂടിയിട്ട് ഒറ്റ സെല്ലിൽ കിട്ടണം. അതെങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇവിടെ കാണാൻ പോകുന്നത്. അത് സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫോർമുല യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മറ്റേ ഫോർമുല എടുക്കുന്ന സമയത്ത് എപ്പോഴും പോലെ നമ്മൾ പോയിട്ട് ഈക്വൽ ടു എന്നാണ് എടുക്കേണ്ടത്. ഈക്വൽ ടു എന്ന് അടിക്കുന്നു. ഒന്നുകിൽ നമുക്ക് ഇവിടെ ടൈപ്പ് ചെയ്യാം, അല്ലെങ്കിൽ FXന്റെ ഉള്ളിൽ പോയിട്ട് നമുക്ക് എടുക്കാം എന്താണ് എടുക്കേണ്ടത് എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇതിനുള്ള ഫോർമുല എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺകാറ്റിനേറ്റ് എന്നുള്ള ഒരു ഫോർമുല യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ സംഭവം ചെയ്യാൻ പോകുന്നത്. കോൺകാറ്റിനേറ്റ് ഇത് എടുക്കുമ്പോൾ തന്നെ ആദ്യത്തെ ഇതിൽ തന്നെ വരുന്നുണ്ട് കോൺകാറ്റിനേറ്റ് എന്നുള്ളത്. ഒന്നെങ്കിൽ ടാബ് കൊടുക്കുക അല്ലെങ്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇത് ടാബ് കൊടുത്തു കഴിഞ്ഞാൽ കോൺകാറ്റിനേറ്റ് എന്ന് വരും. എന്നിട്ട് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ടെക്സ്റ്റ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ആദ്യത്തെ ടെക്സ്റ്റ് എന്താ വേണ്ടതെന്ന് കൊടുക്കുക, ക്ലിക്ക് ചെയ്യുക. പിന്നെ രണ്ടാമത്തെ ടെക്സ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്തത് മിഡിൽ നെയിം ആണ് വേണ്ടത്, അവിടെ പോയിട്ട് ക്ലിക്ക് ചെയ്യുക. മൂന്നാമത്തെ ലാസ്റ്റ് നെയിം ആണ് വേണ്ടത്, അവിടെ പോയിട്ട് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ മറ്റേ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. ഇത് എത്ര വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. എത്ര കോളംസ് വേണമെന്നുണ്ടെങ്കിലും എത്ര സെൽസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്കത് ചെയ്യാം. എൻ്റർ അടിക്കുക. എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ എൻ്റർ അടിച്ചു. ഞാനിത് അതേപോലെ തന്നെ ഡ്രാഗ് ചെയ്യാണ് എല്ലാതും എടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ നമ്മൾ നോക്കിയാൽ നമുക്ക് എല്ലാം കിട്ടി. സുരേഷ് കുമാർ എന്നുള്ള സംഭവം നമ്മൾ ഇവിടെ കിട്ടി. പക്ഷെ നിങ്ങളൊന്ന് നോക്കിയേ നോക്കിയേ ഇതിൽ എന്തെങ്കിലും മറ്റേ കുറച്ച് പ്രശ്നങ്ങൾ കണ്ടതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇവിടെ ഒന്നിനും സ്പേസ് ഇല്ല. സാധാരണ രീതിയിൽ നമ്മൾ ഫസ്റ്റ് നെയിം സെക്കൻഡ് നെയിം ലാസ്റ്റ് നെയിം ഒക്കെ ഇടുന്ന സമയത്ത് സ്പേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇടുക. അപ്പൊ എന്താണ് ചെയ്യേണ്ടത് എന്ന് നോക്കാം. അപ്പൊ ഇതേ സാധനം തന്നെ മറ്റേ എന്താണ് കോൺകാറ്റിനേറ്റ് എന്ന് ഇട്ടു. വീണ്ടും നമ്മൾ ഞാൻ അടിക്കുകയാണ്. അതെങ്ങനെ ചെയ്യുക എന്നാണ് കാണിക്കുന്നത്. കോൺകാറ്റിനേറ്റ് എന്ന് എടുത്തു. ആദ്യത്തത് നമ്മൾ ഫസ്റ്റ് തന്നെ വേണം കൊടുത്തു. അത് കഴിഞ്ഞാൽ അടുത്ത കോമയാണ് കൊടുക്കുക. പിന്നെ അത് കഴിഞ്ഞാൽ നമുക്ക് സ്പേസ് വേണം. സ്പേസിന് എന്താ ഉള്ളത്? നമ്മൾ മറ്റേ എന്താണ് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് കീബോർഡിൽ നമുക്ക് സ്പേസ് ബാർ ഉണ്ട്. ആ സ്പേസ് ബാർ ആണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ സ്പേസ് ബാർ എടുക്കുന്നത് വെറുതെ സ്പേസ് അടിച്ചു കൊടുത്താൽ പോരാ. അവിടെ നമ്മൾ മറ്റേ കോളൻ എടുക്കണം, എടുത്തിട്ട് സ്പേസ് അടിക്കണം, എന്നിട്ട് വീണ്ടും ക്ലോസ് ചെയ്യണം, എന്നിട്ട് വീണ്ടും മറ്റേ കോമ കൊടുക്കുക, എന്നിട്ട് അടുത്തത് എടുക്കുക, എന്നിട്ട് വീണ്ടും കോമ കൊടുക്കുക, എന്നിട്ട് വീണ്ടും ഇതെടുക്കുക, അത് കഴിഞ്ഞ് സ്പേസ് കൊടുക്കുക, വീണ്ടും ഇതെടുക്കുക, അത് കഴിഞ്ഞിട്ട് വീണ്ടും സ്പേസ് കൊടുക്കുക, അത് കഴിഞ്ഞിട്ട് മൂന്നാമത്തത് എടുത്തു, എന്നിട്ട് നമ്മൾ ക്ലോസ് ചെയ്തു, എൻ്റർ അടിച്ചു. ഇപ്പൊ നോക്കിയേ, നമുക്ക് ഇവിടെ നോക്കുമ്പോൾ ഇപ്പൊ ഇവിടെ കറക്റ്റ് ആയിട്ട് സ്പേസ് വന്നിട്ട് വരുന്ന കാണാം. മിഥുൻ KS എന്നുള്ളത് മിഥുന് സ്പേസ് KS, സന്ദീപ് സ്പേസ് കുമാർ, സുജിത് സ്പേസ് കൃഷ്ണൻ സ്പേസ് M, ചിഞ്ചു സ്പേസ് മോൾ. അപ്പൊ ഇവിടെ മറ്റേ ഇതിൽ രണ്ട് ഗ്യാപ്പ് ഇവിടെ വന്ന് കാണാം നിങ്ങൾക്ക്. അതിന്റെ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ മിഡിൽ നെയിം ഒന്നുമില്ല എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ 2 ഗ്യാപ്പ് വരുന്നത്. അപ്പൊ ഇങ്ങനത്തെ ചില പ്രശ്നങ്ങൾ വരും. കാരണം ഇങ്ങനത്തെ സാധാരണ രീതിയിൽ മിഡിൽ നെയിമുകൾ ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ വരുന്ന പ്രശ്നമാണിത്. ഇപ്പൊ അവിടെ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോ നമ്മളിപ്പോ സുരേഷ് കുമാറിന് സുരേഷ് M കുമാർ എന്ന് കൊടുക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുന്നത് കാണാം. സന്ദീപ് കൃഷ്ണകുമാർ എന്നാണ് എന്നുണ്ടെങ്കിൽ എന്താണ് വരുന്നത് നമുക്ക് നോക്കാം. അതേപോലെ ചിഞ്ചു M മോൾ എന്നാണെന്നുണ്ടെങ്കിൽ എന്താ വരുന്നത് നമുക്ക് നോക്കാം. ഇത് കറക്റ്റ് ആയിട്ട് കിട്ടി. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഒരു കോളംസ് 2-3 കോളംസ് എത്ര കോളംസ് വേണമെന്നായിക്കോട്ടെ നമുക്ക് ഒന്നിച്ചിട്ട് എടുക്കാൻ പറ്റുന്ന പരിപാടിയാണിത്. ഇനി അതേപോലെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് നെയിംസ് എല്ലാതും കൂടി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങോട്ടും അടിക്കാൻ പറ്റും. ഇങ്ങോട്ട് എടുക്കുന്നു, കോമ എടുക്കുന്നു, ഇവിടെ കൊടുക്കുന്നു, ഇവിടെ കൊടുക്കുന്നു, ഇവിടെ കൊടുക്കുന്നു, ഇതിൽ കൊടുക്കുന്നു, ഇതിൽ കൊടുക്കുന്നു, എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിങ്ങനെ കിട്ടും. അപ്പൊ അത് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ അതേ ഒറ്റ സ്ലൈഡിലായിരിക്കും കിട്ടുക, ഇതേപോലെ താഴത്തോട്ട് ആയിരിക്കില്ല. സോ ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോ നമുക്ക് വേറൊരു കാര്യം, ഇപ്പൊ സാധാരണ രീതിയിൽ നമ്മൾ മറ്റേ കൊടുക്കുന്ന സമയത്ത് ഒന്നെങ്കിൽ മിസ്റ്റർ അല്ലെങ്കിൽ മിസ്സിസ് എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും നമുക്ക് കൊടുക്കുക, ശരിയല്ലേ? അപ്പൊ അവിടെ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഒന്നെങ്കിൽ നമുക്ക് ഈ കോളത്തിൽ കൊണ്ടുപോയിട്ട് ഇവിടെ ആദ്യം തന്നെ മിസ്റ്റർ എന്നോ മിസ്സിസ് എന്നോ എന്തെങ്കിലും പറഞ്ഞിട്ട് നമുക്ക് കൊടുക്കാം. കൊടുത്തതിന് ശേഷം നമുക്ക് അത് ചെയ്യാൻ പറ്റും. അല്ല എന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് തന്നെ ഇവിടെ ചെയ്യാം. ഞാൻ രണ്ടും കാണിച്ചു തരാം. ഇതില് ഈക്വൽ ടു ഇവിടെ ഞാൻ ആദ്യം മിസ്റ്റർ എന്ന് കൊടുക്കുന്നുണ്ട്, ഇവിടെയും മിസ്റ്റർ എന്ന് കൊടുക്കുകയാണ്. ഇവിടെ ഞാനൊന്നും കൊടുക്കുന്നില്ല. ഇനി ഞാൻ എങ്ങനെ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നോക്കാം. ഇതേ സംഭവം തന്നെ നമുക്ക് കോപ്പി പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കാൻ നോക്കാം. അതേപോലെ തന്നെ സംഭവം വന്നിട്ടുണ്ട്. പക്ഷെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ചില സംഭവങ്ങൾ മിസ്സായിട്ടുണ്ട്. കാരണം ഇവിടെ കോപ്പി പേസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഉണ്ടാവുന്ന സമയത്ത് EFG ആയിരുന്നു, ഇവിടെ വന്നപ്പോൾ FGH ആയി. അതായത് നമ്മൾ ഓട്ടോമാറ്റിക്കലി കോളം മറ്റേ സെല്ല് മാറിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതിങ്ങനെ എടുക്കണ്ട, ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത് തെറ്റായി പോകും. അപ്പൊ ഇതിൽ എടുക്കുന്ന സമയത്ത് ഞാൻ ഇതിനുള്ള എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് ആദ്യത്തെ വന്നു. അപ്പൊ ആദ്യത്തെ ഇതിലാണ് ചെയ്യേണ്ടത്. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റിന്റെ അവിടെ പോയിട്ട് ഇത് ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്തിട്ട് കോമ കൊടുത്തു,
കോമ കൊടുത്തിട്ട് സാധാരണ രീതിയിൽ മിസ്റ്റർ അല്ലെങ്കിൽ മിസ്സിസ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഡോട്ടാണ് കൊടുക്കുക. ഇവിടെ ഞാൻ ഡോട്ട് ഇട്ടിട്ടില്ല. അപ്പൊ എന്ത് ചെയ്യാം, ഇത് കൊടുത്തതിന് ശേഷം മറ്റേ കോളം മറ്റേ അപ്പോസ്ട്രോഫി കൊടുത്തു, അതിന്റെ മുകളിൽ ഇത് കൊടുത്തു, വീണ്ടും അതിനടിക്കുന്നു, വീണ്ടും കോമ കൊടുക്കുന്നു, അടിക്കുന്നു. ഇപ്പൊ നോക്കി മിസ്റ്റർ സുരേഷ് കുമാർ എന്നായി. അതേപോലെ തന്നെ ഞാൻ ഇത് ഫുൾ ആയിട്ട് അടിക്കുകയാണ്, ഇങ്ങനെ വന്നു. ഇവിടെ എന്തുകൊണ്ടാണ് ഡോട്ട് വന്നു ഇതില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ മിസ്റ്റർ ഒന്നും കൊടുത്തിട്ടില്ല, ബ്ലാങ്ക് ആണ്. അപ്പൊ ബ്ലാങ്ക് ഡോട്ട് ആണ് വരുന്നത്. ഇനി നമുക്ക് വേറൊരു കാര്യം കൂടി ചെയ്യാം. ഇപ്പൊ അവിടെ ഇല്ല എന്നുള്ളത് കൊണ്ട് നമുക്ക് ഇതിന്റെ ഉള്ളിൽ തന്നെ വന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യാം. ഈ D5ക്ക് പകരമായിട്ട് ഞാൻ വെറും മിസ്റ്റർ എന്ന് തന്നെ ഇവിടെ അടിക്കാൻ പോവാണ്. അപ്പൊ നോക്കി, സോറി, ഇവിടെ മിസ്റ്റർ എന്ന് അടിക്കുകയാണ്. മിസ്റ്റർ എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഓട്ടോമാറ്റിക്കലി റോങ് ആയിട്ട് വരും. അപ്പൊ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെ കൊടുക്കുമ്പോൾ നമ്മൾ ഈ കോളം കൊടുത്തു കഴിഞ്ഞാൽ മാത്രമാണ് നമ്മൾ ഇതിന്റെ ഉള്ളിലോട്ട് വരുള്ളൂ. ഇനി നോക്കി, ഇപ്പൊ വന്നു. അതായത് നമ്മൾ എന്താണോ ഇടുന്നത്, അപ്പൊ അതായത് മറ്റേ നമ്മളെ ഡോട്ടാണോ അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ വേർഡിങ്സ് ആഡ് ചെയ്യുകയാണോ, അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് സ്പേസോ എന്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മൾ അപ്പോസ്ട്രോഫിന്റെ ഉള്ളിൽ മാത്രമാണ്, നമ്മൾ കോളത്തിന്റെ ഉള്ളിൽ മാത്രമാണ് കൊടുക്കാൻ പാടുള്ളൂ. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ നമുക്ക് വരും. ഇത്രയും എളുപ്പമായി മിസ്റ്റർ ചിഞ്ചുമ്പോൾ നമ്മൾ ഒരിക്കലും പറയാലോ. മിസ്റ്ററിന് പകരം വേണമെന്നുണ്ടെങ്കിൽ MS എന്ന് കൊടുത്താൽ മതി. ഇവിടെ ഇത് ക്ലിയർ ആവും. ഇത് വളരെ എളുപ്പമായിട്ടുള്ള ഒരു സംഭവമാണ്. നമ്മൾ അല്ലാന്നുണ്ടെങ്കിൽ സാധാരണ രീതിയിൽ ആൾക്കാർ ഓരോന്നും ഇതൊന്നും എടുത്ത് സ്പേസ് വെച്ച് ടൈപ്പ് ചെയ്തെടുക്കും. ഒറ്റ ഇതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ ഫോമിൽ നമ്മൾ കോൺകാറ്റിനേറ്റ് എന്നുള്ള സംഭവമാണ് പറയുന്നത്. ഞാനത് പറഞ്ഞ പോലെ എത്ര വേണമെന്ന് ചെയ്യാം. അതേപോലെ നമുക്ക് ഇത് മിക്സ് ആക്കിയിട്ടും കൊടുക്കാം. ഈക്വൽ ടു മറ്റേ കോൺകാറ്റിനേറ്റ് എന്ന് കൊടുക്കും. ഞാൻ ഫസ്റ്റ് നെയിം ആദ്യം വേണം, മറ്റേ ഇത് കൊടുക്കുകയാണ്, എന്നിട്ട് സ്പേസ് കൊടുത്തു, എന്നിട്ട് സ്പേസ് കൊടുത്തു, കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് ഫസ്റ്റ് നെയിം മാത്രം മതി എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ കൊടുത്തു കഴിഞ്ഞാൽ എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ കുമാർ സുരേഷ് എന്ന് പറഞ്ഞു വരും. പല സ്ഥലങ്ങളിലും നമുക്ക് കാണുന്നില്ല, ആദ്യം ലാസ്റ്റ് നെയിം ആദ്യം വരും, ഫസ്റ്റ് നെയിം വരും. അപ്പൊ നമുക്കിത് എങ്ങനെ വേണമെങ്കിലും ഈ മറ്റേ ഇതിനുള്ളിൽ കൊടുക്കുന്നതിന്റെ ഓർഡറിനനുസരിച്ചിട്ടായിരിക്കും ഇവിടെ വരാൻ പോകുന്നത്. ഓക്കെ, ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത ഭാഗം കാണുവാനായി ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മിസ്റ്റർ ജിപ്സി എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. കൂടാതെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ.